ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ലുലു മാൾ അബുദാബി UAE വേക്കൻസിയാണ്. ലുലു മാളിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഒരു മലയാളിയുടേതാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ഹൈപ്പർ മാർക്കറ്റ് ഒരു മലയാളിയുടെ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പം അബുദാബിയിൽ ലുലു മാർക്കറ്റിന്റെ ഇപ്പൊ തന്നെ അവിടെ ഏറെ അവരുടെ ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് അവര് പല സ്ഥലങ്ങളിലും അവിടെ ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുവാനുള്ള പ്ലാനാണ്. അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും വർക്ക് തീർന്നിട്ടുണ്ട്. സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ അവർ തീരുമാനിച്ച്. അപ്പം അതിന്റെ ഒരു വേക്കൻസിയാണ് ആ റിക്രൂട്ട്മെന്റിൽ അവർ തരുന്ന. അവരുടെ വെബ്സൈറ്റിലാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ലുലു മാളിൽ ഈ വേക്കൻസി വരുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണിയാൽ തീരാത്തത്ര ക്യൂ ആയിട്ട് ആൾക്കാർ നിന്ന്, അത്രയ്ക്ക് ആൾക്കാർ അതിന്റെ കാൻഡിഡേറ്റ് വന്ന് ഇത്ര നീളത്തിലുള്ള ക്യൂ ആയിട്ട് നിന്ന് അവിടെ അപ്പിയർ ചെയ്യുന്നു, ഇന്റർവ്യൂ അപ്പിയർ ചെയ്യുന്നു. അതിനും നമ്മൾ വെയിലും കൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് കേരളീയർ ആ ഒരു ഹൈപ്പർ മാർക്കറ്റിലെ ജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ തൊട്ട് അല്ലെങ്കിൽ തലേ ദിവസമായി വന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അവിടെ ക്യൂ ആയിട്ട് നിൽക്കുന്നു. ഈ ഒരു വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഇത് കണക്ക് അവിടെ ക്യൂവിൽ പോയി നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വയമായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലോ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ടാബ്ലറ്റിലോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡിവൈസ് ആണോ അതിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിന് നിങ്ങൾക്ക് ഒരു ഫീസും കൊടുക്കേണ്ട കാര്യമില്ല. ഇതിലൊരു എക്സാമും ഇല്ല. നിങ്ങൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ അവർ നോക്കി അവരുടെ റിക്വയർമെന്റ്സുമായിട്ട് അവർ മാച്ച് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വിളിച്ചിരിക്കും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈലും അത് കണക്ക് തന്നെ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇമെയിൽ ID-യും ഈ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ ഒരു പ്രധാന കാരണം, നിങ്ങളൊരു ജോബ് തിരക്കുന്നയാളാണെങ്കിൽ, ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതുവരെ പാസ്പോർട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാസ്പോർട്ട് എടുക്കണം. ഇന്ത്യയിൽ ഇപ്പോൾ വരുന്ന വളരെ കുറച്ച് വേക്കൻസികളാണ് വരുന്നത്. അല്ലെങ്കിൽ ഒരു 1,00,000 ആൾക്കാർക്ക് വേണ്ടിയിട്ട് 4-5 വേക്കൻസി, അല്ലെങ്കിൽ 1000-2000 വേക്കൻസി മാത്രമാണ് വരുന്നത്. അപ്പൊ അത്രയും പേര് പിന്നെയും അവിടെ ബാക്കിയാകുകയാണ്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് എടുക്കുന്ന കാര്യം വലിയ കാര്യമൊന്നുമല്ല. 1500 രൂപ കൊടുത്താൽ ആർക്കും അവനവന്റെ മൊബൈലിലൂടെ നിങ്ങൾക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റും. 1500 രൂപ വേണമെന്നേ ഉള്ളൂ. അപ്പൊ മൊബൈലിലൂടെ അപ്ലൈ ചെയ്താൽ പിന്നെ നമ്മളെ അതിന്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പാസ്പോർട്ട് ഓഫീസിൽ വിളിക്കാൻ, നിങ്ങളുടെ അടുത്തുള്ള ഏത് പാസ്പോർട്ട് ഓഫീസാണോ ആ പാസ്പോർട്ട് ഓഫീസിൽ വിളിച്ച് വെരിഫിക്കേഷൻ നടത്തി പോലീസ് വെരിഫിക്കേഷൻ ചെയ്ത് നമുക്ക് പാസ്പോർട്ട് കിട്ടും. ഇത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ പാസ്പോർട്ട് ഇല്ലാത്തവർ തീർച്ചയായിട്ടും പാസ്പോർട്ട് എടുക്കണം. എപ്പോഴാണ് നമുക്കൊരു നല്ല ചാൻസ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പാസ്പോർട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ല, ഓൺലൈനിൽ അപ്ലൈ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ, യെസ് എന്ന് ഇതിനകത്ത് വീഡിയോയിൽ ഒരു യെസ് എന്ന് മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ എനിക്ക് അറിയില്ലെന്നോ എന്തെങ്കിലും നിങ്ങൾ ഒരു കമന്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നതെന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ ലുലു മാളിന്റെ വേക്കൻസിയിലേക്ക് വരാം. ഇവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങളുടെ മൊബൈലിൽ കൂടി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അതുകൂടാതെ ഈ ഒരു ലുലു മാൾ മലയാളിയുടെ ആയതുകൊണ്ട് കൂടുതലും മലയാളികളാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ മലയാളികളുടെ റെസ്യൂം അല്ലെങ്കിൽ CV അവർ തീർച്ചയായിട്ടും പരിഗണിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിന് അപേക്ഷിക്കാൻ ശ്രമിക്കുക. ആ സമയത്ത് തന്നെ നിങ്ങൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പാസ്പോർട്ട് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും പാസ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുക. പാസ്പോർട്ട് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അപേക്ഷിച്ചിട്ട് കാര്യമില്ല. കാര്യം നാട്ടിൽ നമ്മുടെ ലുലു മാളിലെ വേക്കൻസിക്ക് വേണ്ടി ഇതിനു മാത്രം ആൾക്കാർ ക്യൂ നിന്ന് നമ്മൾ വേക്കൻസി അല്ലെങ്കിൽ അതിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു
ക്യൂവിൽ നിൽക്കേണ്ട, ഒരു വെയിലും കൊള്ളണ്ട, നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലൂടെ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. അപ്പോഴത്തേക്ക് ലുലു മാളിൽ അപേക്ഷിക്കുന്നതിന് ഇത് വളരെ ഈസിയാണെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന് താഴെ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡയറക്റ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകും. അവർ ചോദിക്കുന്ന ഡീറ്റെയിലുകൾ അവിടെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് 2 തരത്തിൽ ഇതിനകത്ത് അപേക്ഷിക്കാം. ഒന്ന്, ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോയുടെ അപ്ലൈ ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പേജിലേക്കാണ് വരുന്നത്. ഇതല്ല, അവിടുന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം, നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ജോബ്സ് ഇൻ ദുബായ് എന്ന് മാത്രം. ഗൂഗിൾ ക്രോം തുറന്നിട്ട് ജോബ്സ് ഇൻ ദുബായ് എന്ന് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. എഴുതുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്ക് നിങ്ങൾ എത്തും. ഈ ഒരു പേജിൽ വന്നാൽ നിങ്ങൾ താഴോട്ട് പോവുക. താഴെ ചെല്ലുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് വെരി ബിഗ് സൂപ്പർ മാർക്കറ്റ് ഫ്രീ ജോബ് ഇൻ ദുബായ് സബ്മിറ്റ് CV ഓൺലൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ഇവിടെ ലുലു മാളിനെ പറ്റിയും അവരുടെ ആ വേക്കൻസിയുടെ കാര്യങ്ങളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, വായിക്കുക. അവിടുന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരുപാട് വേക്കൻസികളുണ്ട്. അതായത് ഒരു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കാഷ്യർ വരും, പിന്നെ ബില്ലിംഗ് ക്ലർക്ക് വരും, അതുകൂടാതെ സെക്യൂരിറ്റി വരും, അതുകൂടാതെ ഒരുപാട് വേക്കൻസികളുണ്ട്. മാനേജർ, ഫ്ലോർ മാനേജർ വരും, ഓരോ സെക്ഷനിലും മാനേജർസ് കാണും, പിന്നെ സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെ പറയുന്ന സെയിൽ അസോസിയേറ്റ്, സെയിൽസ് എക്സിക്യൂട്ടീവ്, ഇൻഫോർമേഷൻ ടെക്നോളജി, IT സപ്പോർട്ട്, ബിസിനസ് ഓപ്പറേഷൻ, കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ്, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, സ്റ്റോർ കീപ്പർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, ഹൈജീൻ അസിസ്റ്റന്റ് മാനേജർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, വെയർഹൗസ് മാനേജർ, അതർ, വേക്കർ, കാഷ്യർ, ക്ലീനർ, കസ്റ്റമർ സർവീസ് റെപ്രസെന്റേറ്റീവ്, ഗ്രാഫിക് ഡിസൈനർ, ഇമിഗ്രേഷൻ കൺസൾട്ടന്റ്, പെസ്റ്റ് കൺട്രോൾ ടെക്നീഷ്യൻ, ടൈലർ. ഇത്രയാണ് ഇവിടെ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന വേക്കൻസി. ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പം ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനവര് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് 10ാം ക്ലാസ് തൊട്ടുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. കുറഞ്ഞത് 10ാം ക്ലാസ് എങ്കിലും പാസ്സായവർ തൊട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അത് കണക്ക് തന്നെ ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ അതിന് മുകളിലോ നിങ്ങൾ പാസ്സായവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ സപ്പോസ് സെയിൽസ് എക്സിക്യൂട്ടീവിൽ എനിക്ക് അപേക്ഷിക്കണം, ഞാൻ വ്യൂ ആൻഡ് അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ ആൻഡ് അപ്ലൈ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ വരുന്നത്. ഇവിടെ കാരിയർ എന്ന് കാണിച്ചിരിക്കുന്ന ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിക്ക് ചെയ്ത് വീണ്ടും നമ്മൾ താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഇവർ ചില കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. സെലക്ട് കാരിയർ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണോ, ഇൻഫോർമേഷൻ ടെക്നോളജിയിലാണോ, ബിസിനസ് ഓപ്പറേഷനിലാണോ, ഓഡിറ്റ് ഫൈനാൻസിലാണോ, അക്കൗണ്ടന്റ് ആണോ, സിവിൽ എഞ്ചിനീയർ ആണോ, അതേഴ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സപ്പോസ് സെയിൽസ് എടുത്ത് ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ഇവിടെ ലാസ്റ്റ് നെയിം കൊടുക്കുക, ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്നിരിക്കുന്ന ഇത് ഇന്ത്യയുടെ 91 എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇന്ത്യ എന്ന് എഴുതുകയോ 91 എന്ന് എഴുതുകയോ ചെയ്യുക. ഇന്ത്യ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇന്ത്യ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് 91 വരും, +91 ഇന്ത്യയുടെ കോഡാണ്. ഇവിടെ നിങ്ങളുടെ ഏതാ മൊബൈൽ നമ്പരെങ്കിൽ എഴുതുക. ഇവിടെ ഞാൻ ഇത് തെറ്റായ മൊബൈൽ നമ്പരായി ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് നെയിം എഴുതി, ലാസ്റ്റ് നെയിം എഴുതി, അത് കഴിഞ്ഞിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID ഇവിടെ മെൻഷൻ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഏത് നാഷണാലിറ്റി, നിങ്ങൾ ഇന്ത്യനാണെന്നുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ത്യൻ ആയിരിക്കുമല്ലോ. കേരളീയൻ ആണെങ്കിൽ ഇന്ത്യനുമായിരിക്കും. അപ്പൊ ഇവിടെ ഇന്ത്യയുടെ ഇതുണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ, ഇതെനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ എവിടെ ഉള്ളവരാണെന്ന്. തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു രാജ്യം നിങ്ങൾ ഇവിടെ ഇന്ത്യ വന്നിട്ടുള്ളത് കൊണ്ട് ഇന്ത്യ ഞാൻ തൽക്കാലം എടുക്കുകയാണ്. ഞാനിപ്പോ ഇന്ത്യയിൽ തന്നെയാണ്. ഇവിടെ ഏജ്, നിങ്ങളുടെ ഏജ് എത്രയാണെന്നുള്ള കാര്യം ഇവിടെ എഴുതുക. ഇവിടെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള ജെൻഡർ എന്താണെന്ന് എഴുതുക. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ CV
ഇവിടെ നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യുക. ഇവിടുന്ന് ഏതെങ്കിലും CV നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. PDF CV നിങ്ങളുടെ PDF ആണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് ഞാൻ എന്റെ CV അല്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഡെമോ ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ ഈ CV ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കവറിംഗ് ലെറ്റർ വേണം. അപ്പൊ ഈ കവറിംഗ് ലെറ്റർ നിങ്ങൾ ഉണ്ടാക്കണ കാര്യം അതിൽ മെൻഷൻ ചെയ്യണം ഏത് പോസ്റ്റാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത്. ഇത്രയും കഴിഞ്ഞിട്ട് നിങ്ങൾ സെൻഡ് ചെയ്യണം. അപ്പം നമ്മുടെ ഒരു ഇന്ത്യ നടക്കുന്ന രീതിയിലല്ല അവരത് സ്വീകരിക്കുന്നത്. അവർ മെയിൽ ചെക്ക് ചെയ്യും. അതിനുവേണ്ടി പ്രത്യേകം ആൾക്കാരുണ്ട്. ആ മെയിൽ ചെക്ക് ചെയ്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കും. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്, ആൾ ഓഫ് യു.